ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ആമമോതിരം എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്വർണ്ണത്തിലും വെള്ളിയിലൊക്കെ ഇഷ്ടം പോലെ മോഡൽസിലൊക്കെ അവൈലബിൾ ആണ് ആമമോതിരം. അത് ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ് അവരുടെ അനുഭവങ്ങളുടെയും കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണുള്ളതാണ് കേട്ടോ എൻ്റെ വീഡിയോ. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ധരിച്ചിട്ടുണ്ടായിരിക്കും, അവർക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മുൻപോട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ ആമമോതിരം എന്ന് നോക്കാം. അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് ഈ ആമമോതിരത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആമമോതിരത്തിൽ വിഷ്ണുവിൻ്റെ ചൈതന്യമുണ്ടെന്നും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ടെന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ആമമോതിരത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആമമോതിരം ധരിക്കുമ്പോൾ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സമ്പത്തുമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആമമോതിരം ധരിക്കുന്നത്. ഇനി സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ ഉള്ള ആമമോതിരങ്ങളുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പുറത്ത് നമുക്കറിയില്ല അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അല്ലാതെ ഉത്സവ സമയത്തൊക്കെ ആണെങ്കിൽ ഈ മോതിരങ്ങളൊക്കെ വിൽക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, മോതിരങ്ങളൊക്കെ ഈ ആമമോതിരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വച്ച് വിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ധരിക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ വാങ്ങിച്ച് ധരിക്കുന്നവരും ഉണ്ട്. അപ്പം ഏറ്റവും ഉത്തമം വെള്ളിയിൽ ധരിക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്നാലും അല്ലാതെ ധരിക്കുന്നവർക്കും അതിൻ്റെതായ ഫലങ്ങൾ കിട്ടിയിട്ടുള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലായി കടഞ്ഞെടുത്ത സമയത്ത് മന്ദാര പർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് മഹാവിഷ്ണു എന്ത് ചെയ്തത്, കൂർമാവതാരം എടുത്ത് ആ മന്ദാര പർവ്വതത്തെ താങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല കാര്യങ്ങളെയും താങ്ങാനും കരുത്തോടെ മുന്നേറാനുമുള്ള ശക്തിയും കെൽപ്പും ഈ ആമമോതിരത്തിന് ആമയ്ക്ക് ഉണ്ട് എന്നാണ്, കൂർമാവതാരത്തിന് ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. നമുക്കറിയാം അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ നമ്മൾ കാണില്ല ഒരു വലിയ വിളക്ക്. ആ വിളക്കിന് അടിഭാഗത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ആ വിളക്കിനെ താങ്ങി നിർത്തുന്നത് ഈ ആമയാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ആമയാണ് താങ്ങി നിർത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞ വലിയൊരു മന്ദാര പർവ്വതത്തെ താങ്ങി നിർത്താനാണ് എന്ത് ചെയ്തത്, മഹാവിഷ്ണു എന്ത് ചെയ്ത് കൂർമാവതാരമായി അവതരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു മനക്കരുത്തും ബലവും എല്ലാം ഈ ആമയ്ക്കുണ്ട്. നമുക്ക് ആമയുടെ തൊലി എന്ന് പറയുന്നത് അത്രയും കട്ടിയുള്ളതാണ്. അതായത് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ബലം നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഈ ആമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ ആമയ്ക്ക് നമ്മളുടെ ചുറ്റുമുണ്ടാകുന്ന ഒരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആമയിടയ്ക്ക് ഒരു ദോഷം സംഭവിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, അത് സ്വയം അതിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അകത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തലയും അതിൻ്റെ കാലും എല്ലാം എന്ത് ചെയ്യുന്നത്, അകത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെറും ഒരു തോട് പോലെ മാത്രം എന്ത് ചെയ്യണം, ഇരിക്കുകയാണ് ചെയ്യാറ്. അപ്പം ആ ഒരു ഇതും നമുക്ക് എന്ത് ചെയ്യും, ഈ ആമമോതിരം ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന നെഗറ്റീവ്സിനെല്ലാം കളയാനും, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണും കാതും എല്ലാം നമുക്ക് മാറ്റി നിർത്തി നമുക്ക് നല്ല ശക്തിയോടെയും മനക്കരുത്തോടെയും എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ്സിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ ആമമോതിരം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആമമോതിരം പറഞ്ഞല്ലോ ഇപ്പോൾ വെള്ളിയിലും സ്വർണ്ണത്തിലും ഒക്കെ അവൈലബിൾ ആണ്. എന്നാലും വെള്ളിയിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് അമ്പലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഉത്സവ പറമ്പുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ആമമോതിരം വച്ചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് ധരിക്കുന്നവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഒരുപാട് പേര് ഈ ആമമോതിരം ധരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ചോദിച്ചപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആദ്യം അതിൻ്റെ നെഗറ്റീവ്സിനെ കളയാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഉണ്ട്, എല്ലാ പ്രോഡക്ട്സിനും എല്ലാ കാര്യങ്ങൾക്കും എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഒരു പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലേ. നല്ലതുണ്ടെങ്കിൽ അതിനൊരു ചീത്തയുണ്ട് എന്നുള്ളതുപോലെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ്സിനെ ആദ്യം റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളതിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഒരു മോതിരം വാങ്ങിക്കുന്നത്, ഈ മോതിരം വാങ്ങിക്കേണ്ടത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് വാങ്ങിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് വ്യാഴാഴ്ച ദിവസം വാങ്ങിച്ച് അതിലുണ്ടാകുന്ന ആ നെഗറ്റീവ്സിനെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അത് കയ്യിൽ ധരിക്കണം എന്നാണ് പറയുന്നത്. അതായത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ അതിനെ വാങ്ങിച്ച് അതിൻ്റെ നെഗറ്റീവ്സ് എങ്ങനെ നമുക്ക് കളയാം, ഒന്നുകിൽ നല്ല ശുദ്ധമായിട്ടുള്ളൊരു വെള്ളത്തിലോ, അതായത് പനിനീരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഇട്ടിക്കുക. അല്ലെങ്കിൽ തിളപ്പിക്കാത്ത നല്ല പാല്, ആ പാലിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം ഫുള്ളായിട്ട് അതിനെ ഇട്ടിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മഹാവിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെയോ ക്ഷേത്രത്തിൽ കൊണ്ടുപോയതിന് ശേഷം അതിനെന്ത് ചെയ്യുക, ആ പാദങ്ങളിൽ വെച്ച് ഒന്ന് പൂജിച്ച് വാങ്ങിക്കുകയോ ചെയ്താലും മതിയാവും.
ഇതൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വച്ചതിന് ശേഷം നെയ്വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് നമ്മൾ ഒരു ഡേ ഫുൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൂജാമുറിയിൽ തന്നെ എന്ത് ചെയ്യുക, മോതിരം വച്ചേക്കുക. വച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യുക, നമ്മൾ ശുദ്ധമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നെയ്വിളക്ക് കത്തിച്ചുകൊണ്ട് തന്നെ ആ മോതിരത്തെ എന്ത് ചെയ്യുക, നമ്മൾ കയ്യിൽ ധരിക്കണം എന്നാണ് പറയുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ ദിവസമാണല്ലോ. നമുക്കറിയാം മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ നമ്മൾ എന്ത് ചെയ്യുക, ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ മോതിരത്തെ നമ്മുടെ ചൂണ്ടുവിരലിൽ നമ്മൾ ധരിക്കണം എന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ട്, ചൂണ്ടുവിരലിൽ ധരിച്ചതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 4 വിരലിലും ധരിക്കാമെന്നും ഈ 4 വിരലിലും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഈ കയ്യിലാണ് ധരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് മിക്കവരും എന്ത് ചെയ്യുന്നുണ്ട്, ചൂണ്ടുവിരൽ ധരിച്ചിട്ടുള്ളതായിട്ടാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ധരിച്ച് കണ്ടിട്ടുള്ളതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു 80% പേർക്കും നല്ല അനുഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് നെഗറ്റീവ്സും സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ നെഗറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ്സിനെ ആദ്യം കളയാനായിട്ട് ശ്രമിക്കുക. അതിന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ നെഗറ്റീവ്സ് കളയാം. പിന്നെ ചിലർ പറയാറുണ്ട്, ഇന്ന നാളുകാർക്ക് അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ ജനിച്ചവർക്കൊന്നും ഇത് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ദൈവം എന്നുള്ളത് ഇന്ന നാളുകാർക്കോ ഇന്ന മാസക്കാർക്കോ ഉള്ളതല്ലല്ലോ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയൊന്നും, അല്ലേ? അത് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനും എടുക്കാനും ഒക്കെ പറ്റിയതാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെ നമുക്ക് പൂർണ്ണമായി തന്നെ തള്ളിക്കളയാം. എല്ലാവർക്കും എന്ത് ചെയ്യാം, ധരിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ആമമോതിരം. അപ്പൊ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് ഉണ്ടായവർക്ക് ചിലപ്പം ഈ നെഗറ്റീവ്സ് കളയാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ്സ് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആമമോതിരം ധരിച്ചവരുടെ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ധരിച്ചതിൻ്റെ അന്ന് തന്നെ നല്ല സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എന്തുകൊണ്ട് അവർക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞവരെല്ലാവരും എന്നാ പറയുക, ഉത്സവത്തിലൊക്കെ പോകുന്ന സമയത്ത് പുറത്തൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ധരിച്ചവരാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ചിലർക്കൊക്കെ നെഗറ്റീവ്സ് സംഭവിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ അതിൻ്റെ നെഗറ്റീവ്സിനെ പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ധരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ആമമോതിരം ധരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കെല്ലാം ഇങ്ങനെ തന്നെ തനിയെ വന്നോളും എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ പ്രവൃത്തി ചെയ്യുക, അതിൻ്റെ ഫലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഈ മോതിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാകും. നമുക്കൊരു 80% പറയില്ലേ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ പകുതി ചെയ്യുക, ബാക്കി ദൈവം ചെയ്തോളും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് ധരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ആ മോതിരത്തെ പറ്റി കുറ്റം പറഞ്ഞിട്ടും യാതൊരു പ്രയോജനമില്ല. ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക. അതിൻ്റെ ഫലം നമുക്ക് എന്ത് ചെയ്യും, ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ആണല്ലോ ഇപ്പോൾ ട്രെൻഡായിട്ട് ഒരുപാട് പേര് ധരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആമമോതിരം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ധരിച്ചു നോക്കുക. നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ആമ എന്ന് പറയുമ്പോൾ അത്രയും മനക്കരുത്തും ശക്തിയും ബലവും നമുക്കുണ്ടാകുന്ന നെഗറ്റീവ്സിനൊക്കെ തരണം ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു പ്രചോദനം തരുന്ന ഒരു തരത്തിലുള്ള ഒരു രൂപമായിട്ടാണ് കാണേണ്ടത്, അല്ലേ? അപ്പം അത് ധരിക്കുമ്പോൾ നമുക്കും അതേ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ നമുക്കും ആ ഒരു ശക്തിയും ബലവും എല്ലാം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ധരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർക്കും അത് വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് ആമമോതിരത്തെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ കയ്യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാം ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ ഒരു 80% പേർക്കും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾ ധരിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ എന്ത് ചെയ്യുക, അറിയിക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.